ഹായ് മക്കളെ, NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ MSc ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് 40ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ സെഷനിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ NTPC എന്ന് പറയുന്ന സൈറ്റിലേക്ക് നിങ്ങൾ വരിക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ജോയിനസ് ജോബ്സ് അറ്റ് NTPC ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്വർടൈസ് നമ്പർ 09/26 എന്ന് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പോസ്റ്റ്, റിക്രൂട്ട്മെൻറ്റ് ഫോർ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് കെമിസ്റ്റ് ട്രെയിനിങ്. ഓക്കെ, ACT എന്ന് പറയുന്ന പോസ്റ്റാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ഹിയർ ടു വ്യൂ ദ ഡീറ്റെയിൽസ്. അപ്പോൾ യെസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് നോട്ടീസ് ഇംഗ്ലീഷിൽ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ NTPC എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, എനർജി സെക്ടറിലുള്ള ഒരു കമ്പനിയാണ്. അതേപോലെ ഇവിടെ നമ്മുടെ എന്താണ് വേക്കൻസി, അസിസ്റ്റൻറ്റ് കെമിസ്റ്റ് ട്രെയിനി ആണല്ലേ. യെസ്, ഇനി ഇവർ നമ്മുടെ ക്വാളിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ റെഗുലർ അല്ലെങ്കിൽ ഫുൾ ടൈം MSc കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കത് പറ്റത്തില്ല. ഓക്കെ, അതേപോലെ തന്നെ 40 പോസ്റ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ മാർക്ക് എത്രയായിരിക്കണം, 60% മാർക്കെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം ഫ്രം ദി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ആൻഡ് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യണം, ഇവരുടെ റിസൾട്ട് എന്ത് ചെയ്യണം, 31/7/2026 വന്നിരിക്കണം. ഓക്കെ, യെസ്. ആൻഡ് അപ്പർ ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 27 ഇയേഴ്സ് ആണ്. ഓക്കെ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. SC ST OBC ആണെങ്കിൽ +3 ഇയേഴ്സ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും, 30 ഇയേഴ്സ് ഉണ്ടാകും. SC ST ആണെങ്കിൽ +5 ആയിരിക്കും. അതൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇനി പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ നല്ല പേ സ്കെയിൽ തന്നെയാണ്. 30,000 to 1,20,000 വരെയുള്ള പേ സ്കെയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മുടെ പോസ്റ്റിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് അൺറിസർവ്ഡ് ആയിട്ട് യെസ് എത്രയാണ്, 17, EWS 4, OBC 10, SC 6, ST 3 എന്നുള്ള രീതിയിൽ 40 പോസ്റ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്താണ്. നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ ഇവർ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഹെൽത്ത് ഓക്കെ ആണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഓൾ ഇന്ത്യ ബേസ്ഡ് ഓൺലൈൻ സെലക്ഷൻ ടെസ്റ്റാണ്. ഇവിടെ ഇൻ്റർവ്യൂയുടെ കാര്യം ഇവർ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ടെസ്റ്റിൽ നിന്നായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റിൽ തന്നെ 2 പാർട്ടായിട്ടാണ് എക്സാമിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സബ്ജക്റ്റ് നോളജ് ടെസ്റ്റാണ്, യെസ്, ദാറ്റ് ഈസ് കെമിസ്ട്രി. ഓക്കെ, ആൻഡ് എക്സിക്യൂട്ടീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഓക്കെ, ഇവർ ഈ 2 ടെസ്റ്റിലും എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട്. ഇതിൻ്റെ സിലബസിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സിലബസിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ആൻഡ് എനി പ്ലേസ്മെൻറ്റ് ആൻഡ് സർവീസ് ബോണ്ട് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യത്തെ 1 വർഷം എന്ന് പറയുന്നത് ട്രെയിനിങ് ആയിരിക്കും. ദ സെലക്റ്റഡ് കാൻഡിഡേറ്റ് വിൽ അണ്ടർഗോ 1 ഇയർ അറ്റ് വേരിയസ് പ്ലേസസ് ട്രെയിനിങ്ങിൽ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ബോണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. OBC ഒക്കെ ആണെങ്കിൽ ജനറൽ EWS OBC ആണെങ്കിൽ 2.5 lakhൻ്റെ ഒരു ബോണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫോർ അറ്റ്ലീസ്റ്റ് 3 years ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 1 year ട്രെയിനിങ്. അതായത് 3 വർഷം നിങ്ങൾ കമ്പനിയെ സെർവ് ചെയ്തിരിക്കണം. ഓക്കെ, 1 year ട്രെയിനിങ്, അതിനുശേഷം എന്ത് ചെയ്യണം, 3 വർഷം നിങ്ങൾ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, ഒരു സർവീസ് ചെയ്തിരിക്കണം. ഓക്കെ, അവിടെ ഒരു ബോണ്ടിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ജനറൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് എന്തായിരിക്കണം, ഇന്ത്യൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ MSc കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഏജ് റിലാക്സേഷൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. SC ST 5, OBC എത്രയാണ്, 3 years എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 years ആയിരിക്കും. എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. യെസ്, നമ്മുടെ കരിയേഴ്സ് സെക്ഷനിൽ www.ntpc.co.in എന്ന് പറയുന്നത് ഒരു വാലിഡ് ഇമെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് കാൻഡിഡേറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു അപ്ലോഡ് ഓൾ ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് അപ്ലൈ. അപ്പോൾ ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇത്രയും ഡോക്യുമെൻറ്റ്സ്, ഈ 6 ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആ സമയത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ ഉള്ളത് ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ദ സിസ്റ്റം വിൽ ജനറേറ്റ് എ യുണീക്ക് ആപ്ലിക്കേഷൻ നമ്പർ. കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ സ്ലിപ്പ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ സ്ലിപ്പൊക്കെ കിട്ടും. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുക.
ഫീ എന്ന് പറയുന്നത് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള RS500 ആണ്. ആർക്കൊക്കെ? ജനറൽ, EWS, OBC കാൻഡിഡേറ്റ്സിന്. ഓക്കെ. ആൻഡ് ഇവിടെ നോക്കി SC ST ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നോ നീഡ് ടു പേ ദി ആപ്ലിക്കേഷൻ ഫീ. ഓക്കെ. ഇനി പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ചെയ്യാം, ഓഫ്ലൈനായിട്ടും ചെയ്യാം. ഓഫ്ലൈനിൻ്റെ അഡ്രസ്സസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പ്രിഫറബിളി ഓൺലൈൻ തന്നെ ചെയ്യുക. ഓക്കെ. പിന്നീടുള്ളത് എന്താണ്? നമ്മുടെ ഡോക്യുമെൻസിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 10th അതേപോലെ പാൻ കാർഡ്, MSc ലിസ്റ്റ്, MSc മാർക്ക് ലിസ്റ്റൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ. അപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. യെസ്, ജൂൺ 26 മുതൽ. യെസ്, ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? യെസ്, ജൂലൈ 10th ആണ്. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 10th ജൂലൈയിലാണ്. എഗെയിൻ എസ്പെഷ്യലി ഫീമെയിൽസിന് എന്താണ് ആപ്ലിക്കേഷൻ ഫീ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവരും അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി സിലബസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ PSC എക്സാംസിനൊക്കെ വരുന്ന രീതിയിലുള്ളതാണ്. നമ്മുടെ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് 70 ക്വസ്റ്റ്യൻസ്, ഫിസിക്കൽ കെമിസ്ട്രിയിൽ അറ്റോമിക് സ്ട്രക്ചർ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, കെമിക്കൽ ആൻഡ് അയോണിക് റിഡോക്സ്, ഫേസ് ഇക്വിലിബ്രിയം ആൻഡ് സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കൈനറ്റിക്സ്, സർഫസ്, ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്സുകളാണുള്ളത്. ഇനി ഓർഗാനിക് കെമിസ്ട്രി 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. യെസ്, ഫിസിക്കൽ കെമിസ്ട്രി നമ്മൾ പറഞ്ഞു 25 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ ജനറലി ഇത് +2 ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, ടോപ്പിക്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബേസിക് കോൺസെപ്റ്റ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് സ്റ്റീരിയോ കെമിസ്ട്രി. പിന്നെ ഉള്ളത് പ്യൂരിഫിക്കേഷൻസ് ആണല്ലേ, പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. അതേപോലെ പിന്നെയുള്ളത് ആൽക്കെയിൻസ്, ഹൈഡ്രോ കാർബൺസിനെ പറ്റിയാണ്. ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ് വിത്ത് ഹാലജൻ, ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അറീൻസ്, ആൽക്കഹോള്, നൈട്രജൻ, അമൈൻസ്, ഇതൊക്കെയാണ് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, പോളിമർ. സോ ഇൻ ജനറൽ പറയുകയാണെങ്കിൽ +2 ലെവൽ സിലബസ് ആണ് നിങ്ങൾക്ക് മെയിനായിട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് UG ലെവലിലുള്ള സിലബസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം സ്പെക്ട്രോസ്കോപ്പി മെഷർമെൻറ്റ് ഇൻക്ലൂഡിങ് IR, UV, NMR ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യെസ്, പിന്നെ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ടിനെ പറ്റിയിട്ടും നമുക്കറിയണം. ബയോമോളിക്യൂൾസ് ഓഫ് കോഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് +2 ലെവലിൽ പഠിക്കാനുള്ളതാണ്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് ആസ് വെൽ. ഓക്കെ. ആൻഡ് ഫൈനലി ഇനോർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ മോൾ കോൺസെപ്റ്റ് ആൻഡ് സ്റ്റോഷിയോമെട്രി, പീരിയോഡിക് ടേബിൾ, കെമിക്കൽ ബോണ്ടിങ്, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്, S ബ്ലോക്കും P ബ്ലോക്കും പറഞ്ഞിട്ടുണ്ട്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആൻഡ് ലാന്തനൈറ്റ്, കോർഡിനേഷൻ കോമ്പൗണ്ട്, എലിഹാം ഡയഗ്രാം ഒക്കെ ചോദിച്ചിട്ടുണ്ട് മെറ്റലർജിയുടെ ആയിട്ട്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നിന്നും ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം. 25 ക്വസ്റ്റ്യൻസ് ആണ് ഇനോർഗാനിക്കിൽ വരിക. ഇതല്ലാതെ കെമിസ്ട്രി അല്ലാതെ നിങ്ങൾക്ക് എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകും 50 ക്വസ്റ്റ്യൻ. ഓക്കെ. വെർബൽ അബിലിറ്റി, ജനറൽ ഇംഗ്ലീഷും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് അബിലിറ്റി, ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 50 ക്വസ്റ്റ്യനാണ് ഇവിടെ വരിക. രണ്ടും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എന്താണ്? 10th ജൂലൈ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ PDF-ഉം അതേപോലെ ഈ സിലബസിൻ്റെ PDF-ഉം നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ടെലഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുക. ഓൾറൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്.